ഏതായിരുന്നു ക്വസ്റ്റ്യൻ? ക്ലാസിഫൈ ദ ഫോളോയിങ് ട്രയാങ്കിൾസ് അക്കോർഡിംഗ് ടു ദ മെഷേഴ്സ് ഓഫ് സൈഡ്സ്. സൈഡ്സിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യാം. ഞാൻ പറയുന്നത് തന്നെയാണോ നിങ്ങൾ എഴുതിയ നോക്കണേ. ഫസ്റ്റ് വൺ 5 cm, 6 cm, 8 cm. All are different, so it is scalene. Second one 8 cm, 8 cm, 8 cm. മൂന്നും സെയിം ആയതുകൊണ്ട് ഇറ്റ് ഈസ് equilateral triangle. Third one 18 cm, 22 cm, 27. മൂന്നും ഡിഫറെന്റ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് scalene. Next 8 cm, 12 cm, 8 cm. രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് it is isosceles triangle. Fifth one 21, 26, 24. It is scalene. Sixth one 4.8, 4.8, 4.8. It is equilateral triangle. Okay. Second one, classify the following triangles according to the measures of angles. Angles in the measures classify ചെയ്യാം. First one 110, 50, 20. അതിൽ ഒന്ന് ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾഡ് ട്രയാങ്കിൾ. സെക്കൻഡ് 60, 60, 60. Acute angle triangle. Third one 65, 50, 65. Right angled. ഏതാ? Right angle triangle. മൂന്നാമത്തേതോ? 65, 50, 65. മിസ് അത് അക്യൂട്ട് ആംഗിൾ അല്ലേ? അക്യൂട്ട് ആംഗിൾ. മൂന്നും അക്യൂട്ട് ആംഗിൾ അല്ലേ വരുന്നത്? ഇറ്റ് ഈസ് അക്യൂട്ട് ആംഗിൾ. ഫോർത്ത് വൺ 15, 90, 75. മിസ് അത് റൈറ്റ് ആംഗിൾ അത് ട്രയാംഗിൾ റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് മിസ് ഫസ്റ്റ് ഉള്ളത് ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ? ഏതാ? ഒബ്റ്റ്യൂസ് ആംഗിൾ അല്ലേ ഫസ്റ്റ് ഉള്ളത്? ആ ഫസ്റ്റത്തതും ഇപ്പൊ പറഞ്ഞ അഞ്ചാമത്തതും ഒബ്റ്റ്യൂസ് ആംഗിൾ. 25, 35, 120 ഒബ്റ്റ്യൂസ്. ലാസ്റ്റ് വൺ 40, 90, 50 റൈറ്റ് ആംഗിൾ. അതിലൊന്ന് 90 ഡിഗ്രി ആയതുകൊണ്ട് റൈറ്റ് ആംഗിൾ. അടുത്തത് പേജ് നമ്പർ 108 ക്വാഡ്രിലാറ്ററൽ. ഒരുപാട് ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ നമുക്ക് പഠിക്കാനുണ്ട്. എത്ര എണ്ണം? 4, 5, 6 എണ്ണം. ഓക്കെ, ശ്രദ്ധിച്ചില്ലെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. ശ്രദ്ധിച്ചു നോക്കണം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ it is a four-sided polygon. It has 4 sides, 4 vertices, 4 angles, 2 diagonals. ക്വാഡ്രിലാറ്ററലിന് 4 സൈഡ് ഉണ്ട്, 4 angles, 4 vertices and 2 diagonals. ക്വാഡ്രിലാറ്ററിനെ നമുക്ക് 6 ടൈപ്പ് ക്വാഡ്രിലാറ്ററൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ പാരലലോഗ്രാം. പാരലലോഗ്രാം എന്താ? പാരലലോഗ്രാം കേട്ടിട്ടുണ്ടോ? പാരലലോഗ്രാം ഇല്ല മിസ്സേ, കേട്ടിട്ടില്ല. Parallelogram, a quadrilateral in which both pairs of opposite sides are parallel, is called a parallelogram. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ such type of quadrilateral is called parallelogram.
മനസ്സിലായോ? കാണിച്ചു തരാം. ഇങ്ങനെ വരുന്ന ഷേപ്പിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പാരലലോഗ്രാം. അതായത് ഒരു റെക്ടാങ്കിളിന്റെ മേലത്തെ സൈഡിൽ നിന്ന് നമ്മൾ ഒരു തട്ട് കൊടുത്താൽ ഒന്ന് ചെരിഞ്ഞു പോവില്ലേ? ആ ഒരു ടൈപ്പ് ഡയഗ്രത്തിനാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയാം. ഇതില് ഈ സൈഡും പാരലൽ ആയിരിക്കും. എ ബി സി ഡി. അപ്പോ എ ബി പാരലൽ ടു സി ഡി ആയിരിക്കും. അതേപോലെ തന്നെ എ സി പാരലൽ ടു ബി ഡി ആയിരിക്കും. ഈ സൈഡും പാരലൽ ആയിരിക്കും. ഈ സൈഡും പാരലൽ ആയിരിക്കും. രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിട്ട് വരുന്ന ഡയഗ്രത്തിനാണ് നമ്മൾ പാരലലോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. വേറൊരു പ്രത്യേകത, പാരലലോഗ്രാമിന്റെ ഡയഗണൽസ് bisects each other. Bisects each other എന്ന് പറഞ്ഞാല് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് അല്ല. ഈ ബൈസെക്ട്സ് രണ്ടെണ്ണവും ഡിവൈഡ് ചെയ്യുന്നത് ഈക്വൽ ആയിട്ടായിരിക്കും. രണ്ടും ക്രോസ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരവും ഈക്വൽ ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ ബൈസെക്ട്സ് ഈച്ച് അതർ. ഇതിലെ പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട് പാരലലോഗ്രാമിന്റെ. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. Then opposite sides of a parallelogram are parallel. പാരലലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ പാരലലോഗ്രാം ആർ ഈക്വൽ. ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. കോൺ എ ഈക്വൽ ടു കോൺ ഡി ആയിരിക്കും. അതേപോലെ തന്നെ കോൺ സി ഈക്വൽ ടു കോൺ ബിയും ആയിരിക്കും. Opposite sides equal, opposite angles equal, opposite sides are parallel. Then last property, diagonals of a parallelogram bisect each other. രണ്ട് ഡയഗണലും ബൈസെക്ട് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ബൈസെക്ട് ചെയ്യുന്നു. ഒരു ഡയഗണൽ മറ്റേതിനെ ബൈസെക്ട് ചെയ്യുന്നു, അതേപോലെ മറ്റേതും ആദ്യത്തേതിനെ ബൈസെക്ട് ചെയ്യുന്നു. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാല് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ പാരലലോഗ്രാം എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ട് അതെന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാം. അതിന്റെ 4 പ്രോപ്പർട്ടീസ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കാം. Parallelogram, a quadrilateral in which both pairs of opposite sides are parallel എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. എന്തോ എന്നിട്ട് ആ പ്രോപ്പർട്ടീസ് ഓഫ് പാരലലോഗ്രാം എന്നുള്ളതിന്റെ 4 പോയിന്റ്സ് ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. എ ബി സി ഡി. Next, second,
നെക്സ്റ്റ് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇത് പാരലലോഗ്രാം. എന്താ സ്പെല്ലിംഗ് പാരലലോഗ്രാമിന്റെ? PARALLELOGRAM. Parallelogram. Next, rectangle. In the rectangle, എങ്ങനെ rectangle? This is a rectangle. Parallelogram പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഒറ്റൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. A, B, C, D. നേരത്തെ പറഞ്ഞ പോലെ തന്നെ opposite sides are equal and opposite sides are parallel. Then ഒറ്റൊരു വ്യത്യാസമേ ഉള്ളൂ. The four angles are right angles. 4 ആംഗിൾസ് റൈറ്റ് ആംഗിൾ ആയിരിക്കും. പാരലലോഗ്രാമിന് റൈറ്റ് ആംഗിൾ അല്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ എന്നാ പറയുന്നത്. എന്നാൽ റെക്ടാംഗിളിന് 4 ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ആ ഒറ്റൊരു ഡിഫറൻസ് മാത്രമേ റെക്ടാംഗിളും പാരലലോഗ്രാമും തമ്മിലുള്ളൂ. ഓക്കെ, എ പാരലലോഗ്രാം whose each angle is a right angle is called a rectangle. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എ പാരലലോഗ്രാം whose each angle is a right angle is called a rectangle. 4 ആംഗിൾസും റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള പാരലലോഗ്രാം ആണ് റെക്ടാംഗിൾ. എന്തൊക്കെയാ അതിന്റെ പ്രോപ്പർട്ടീസ്? The opposite sides of a rectangle are equal. The opposite sides of a rectangle are parallel. The third one, each angle of a rectangle is a right angle. Next, the diagonal of a right angle are equal. Rectangle de diagonal equal ആയിരിക്കും. ഡയഗണലിന്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും. എന്നാൽ പാരലലോഗ്രാമിൽ ഡയഗണൽ ഈക്വൽ ആവണമെന്നില്ല. അതിന്റെ മെഷർമെന്റ് ഈക്വൽ അല്ല, പക്ഷെ അത് ബൈസെക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ റെക്ടാംഗിളില് ഡയഗണൽസ് ഈക്വൽ ആണ്, അതേപോലെ തന്നെ അത് ബൈസെക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ബൈസെക്ട് ചെയ്യുക വെച്ചാൽ ഒരു ലൈനിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബൈസെക്ട് ചെയ്യാന്ന് പറയാം. അപ്പൊ റെക്ടാംഗിളിന് 4 സൈഡഡ് പോളിഗൺ ആണ്. പോളിഗൺ 4 സൈഡഡ് പോളിഗണില് 4 ആംഗിൾസും റൈറ്റ് ആംഗിൾസ് ആയിട്ടുള്ള പാരലലോഗ്രാമിനെയാണ് നമ്മൾ റെക്ടാംഗിൾ എന്ന് പറയുന്നത്. ഇതില് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. 4 ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആയിരിക്കും. ദെൻ ഡയഗണൽസ് രണ്ടും ഈക്വൽ ആയിരിക്കും. പിന്നെ ഡയഗണൽസ് ബൈസെക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, റോംബസ്. കേട്ടിട്ടുണ്ടോ റോംബസ്? എന്താ റോംബസ്? RHOMBUS, റോംബസ്. എന്താ റോംബസ്? റോംബസ് എന്ന് വെച്ചാല് it is a type of parallelogram. It is a type of parallelogram in which opposite sides are equal. Sorry, opposite sides are parallel
and all sides are equal. റോംബസിന്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ, 4 സൈഡും റോംബസിന്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. എ പാരലലോഗ്രാം ഇൻ വിച്ച് all the sides are equal is called a rhombus. 4 സൈഡും ഈക്വൽ ആയിട്ട് വരുന്ന പാരലലോഗ്രാമിനാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? What are the properties of rhombus? All sides of a rhombus are equal. റോംബസിന്റെ 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. പിന്നെന്താ? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ റോംബസ് ആർ ഈക്വൽ. എ, ബി, സി, ഡി. കോൺ എയും കോൺ സിയും ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ കോൺ ഡിയും കോൺ ബിയും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. നെക്സ്റ്റ്, ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. റോംബസിന്റെ ഡയഗണൽ ബൈസെക്ട് ചെയ്യുന്നു. എങ്ങനെ? അത് 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും ഡയഗണൽസ് വരുന്നത്. റോംബസിന്റെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. The diagonals of a rhombus bisect each other at right angles. ഈ 4 എണ്ണാണ് റോംബസിന്റെ പ്രോപ്പർട്ടീസ്. All sides of a rhombus are equal. The opposite sides of a rhombus are parallel. The opposite angles of a rhombus are equal. Then the diagonals of a rhombus bisect each other at right angles. Diagonals bisect ചെയ്യുന്നത് perpendicular ആയിട്ടായിരിക്കും. ഇതാണ് റോംബസ്. നെക്സ്റ്റ്, സ്ക്വയർ. സ്ക്വയർ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറുപ്പത്തൊട്ടേ കേൾക്കുന്നതാണ് സ്ക്വയർ. SQUARE. സ്ക്വയർ. എന്താ സ്ക്വയർ? എന്താ സ്ക്വയർ? All sides are equal and all angles are right angles. 4 ആംഗിൾസ് ഉണ്ടാവും. 4 ആംഗിൾസിലും റൈറ്റ് ആംഗിൾ ആയിരിക്കും. All sides are equal. ഇങ്ങനെ വരുന്ന റോംബസിനെയാണ് നമ്മൾ എന്ത് പറയാം? സ്ക്വയർ എന്ന് പറയാം. അതായത് 4 ആംഗിൾസ് റൈറ്റ് ആംഗിൾസ് ആയിട്ട് വരുന്ന റോംബസ് ആണ് സ്ക്വയർ. അല്ലെങ്കിൽ a parallelogram in which all sides are equal and each angle is a right angle. All sides equal ഉം each angle right angle ഉം ആയിട്ട് വരുന്ന parallelogram ആണ് സ്ക്വയർ. ഇനി ഇതിന്റെ ഡയഗണൽസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഡയഗണൽസ് ഈക്വൽ ആയിരിക്കും. അതേപോലെ തന്നെ ഡയഗണൽസ് പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആയിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എന്തൊക്കെയാ സ്ക്വയറിന്റെ പ്രത്യേകത? The sides of a square are equal. 4 സൈഡ്സും ഈക്വൽ ആയിരിക്കും. The opposite sides of a square are parallel. നമ്മൾ പാരലലോഗ്രാമിൽ പറഞ്ഞ പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ ആയിരിക്കും. Then each angle of a square is a right angle.
എല്ലാ ആംഗിളും റൈറ്റ് ആംഗിൾ ആയിരിക്കും. The diagonals of a square are equal. Diagonals equal ആയിരിക്കും. Then the diagonals of a square bisect each other at right angles. Diagonals bisect ചെയ്യുന്നു, അതായത് perpendicular bisector ആയിരിക്കും. ഇതാണ് സ്ക്വയർ. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ പറഞ്ഞു? പാരലലോഗ്രാം, റെക്ടാങ്കിൾ, റോംബസ്, സ്ക്വയർ. ഇത് നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു ടേബിൾ പറഞ്ഞു തരാം. ആ ഒരു ടേബിൾ ഫോമിൽ നിങ്ങൾ എഴുതി വെക്കാം. The name, sides, angles, sides, angles, diagonals. ഒന്ന് എഴുതി വെച്ചോ. Name of quadrilateral. ഇന്നത്തെ ഹോംവർക്ക് ഇതാണ്. Opposite sides. Opposite sides. Then angles. Angles. Then diagonals. ഇതിൽ ആദ്യം നെയിം ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ എന്തെഴുതാം? പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് എഴുതാം. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയാ വരുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, പിന്നെ പാരലൽ. ഇനി ആംഗിൾസ് എങ്ങനെയാ വരുന്നത്? ആംഗിൾസ് ഓപ്പോസിറ്റ് ആംഗിൾസ് നോട്ടിലേക്ക് എഴുതണ്ടേ മിസ്സേ? നോട്ടിലേക്ക് എഴുതണം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. Then diagonals. Diagonals എങ്ങനെയാ വരുന്നത്? Bisect each other. Bisect each other. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഡയഗ്രാം കൂടി വരച്ചു വെക്കുക. എന്തിന്റെ? പാരലലോഗ്രാം. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നിപ്പോ പഠിച്ച ബാക്കിയുള്ളതും കൂടി എഴുതി വെക്കുക. ഓക്കെ?
ഇന്നത്തെ ഹോംവർക്ക് അതായിക്കോട്ടെ. ഇനി ഏതൊക്കെ വേണം? റെക്ടാംഗിളും റോംബസും സ്ക്വയറും. ബാക്കി സ്ഥലം അവിടെ ഒഴിച്ചിട്ടു. രണ്ടെണ്ണം കൂടി എഴുതേണ്ടത് ട്രപ്പീസിയവും കൈറ്റും കൂടി എഴുതാനുണ്ട്. അപ്പൊ ഇങ്ങനെ ഷേപ്സിനെ പറ്റി ഒരു അനാലിസിസ് നടത്താൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാവും. പാരലലോഗ്രാം എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലലും ആയിരിക്കും. ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഡയഗണൽസ് ആവുമ്പോൾ ബൈസെക്ട് ഈച്ച് അതർ. എഴുതിയോ? അത് നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്താൽ മതി. അടുത്ത ഷേപ്പ് ട്രപ്പീസിയം. എന്താ? ട്രപ്പീസിയം. എന്ത് പേരാ മിസ്സേ? ഒന്നൊന്നര പേരാണല്ലോ. പേരോ? ട്രപ്പീസിയം. ഒന്നുമില്ല. ട്രപ്പീസിയം കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ വാക്യം ആദ്യമായിട്ടാ മിസ്സേ കേൾക്കുന്നത്. ആദ്യമായിട്ടാ കേൾക്കുന്നത്? അങ്ങനെ ആദ്യമായിട്ടല്ല വാക്യം ആദ്യമായിട്ടാ കേൾക്കുന്നത് മിസ്സേ. നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ടല്ല ഓരോന്ന് പഠിച്ചു വരുന്നേ. ട്രപ്പീസിയം എന്ന് വെച്ചാല് രണ്ട് സൈഡ്സ്, ഓപ്പോസിറ്റ് സൈഡ്സിൽ രണ്ട് സൈഡ്സ് മാത്രം പാരലൽ ആയിട്ട് വരുന്ന ക്വാഡ്രിലാറ്ററൽ ആണ് എന്ത്? ട്രപ്പീസിയം. അതായത് ഒരു പെയർ ഓപ്പോസിറ്റ് ലൈൻസ് മാത്രം പാരലൽ ആയിട്ട് വരുന്ന ഫിഗറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രപ്പീസിയം എന്ന് പറയുന്നത്. അതിന്റെ ഓൾ സൈഡ്സ് ഈക്വൽ ആവണമെന്നില്ല. സൈഡ്സ് എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. Okay, a quadrilateral whose one pair of opposite sides is parallel and the other pair of opposite sides is non-parallel is called a trapezium. Okay, trapezium എന്ന് വെച്ചാൽ ഒരു pair of opposite lines മാത്രം parallel ആയിട്ട് വരുന്ന പാരലലോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രപ്പീസിയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകതകൾ എന്താന്ന് വെച്ചാല് എല്ലാ സൈഡ്സും ഈക്വൽ ആവണമെന്നില്ല. സൈഡ്സ് ഈക്വൽ ആവില്ല അതിന്. പിന്നെ വേറൊരു ടൈപ്പ് കൂടി പറയുന്നത്, ഇതിപ്പം എല്ലാ സൈഡും ഡിഫറെന്റ് ആയിട്ട് വരുന്ന ട്രപ്പീസിയാണേ. ഇനി ഐസോസിലസ് ട്രപ്പീസിയം ഉണ്ട്. ഐസോസിലസ് ട്രപ്പീസിയം എന്ന് വെച്ചാല് നോൺ പാരലൽ ആയിട്ടുള്ള ലൈൻസ് സെയിം ആണെങ്കിൽ, സെയിം ലെങ്ത് ആണെങ്കിൽ അത്തരം ട്രപ്പീസിയത്തിനെ നമ്മൾ എന്ത് പറയും? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയും. അതായത് ഈ രണ്ട് ലൈൻസും പാരലൽ ആയിരിക്കും, എന്നാൽ ഈ രണ്ട് ലൈൻസും ഈക്വലും ആയിരിക്കും. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ കൈറ്റ്. കൈറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താ? KITE, കൈറ്റ്. കൈറ്റ് എന്താ? കൈറ്റ്? പട്ടം. കൈറ്റാണോ സാർ? ഓ,
എന്തോ പട്ടല്ലേ ആ പട്ടം തന്നെ പട്ടത്തിന്റെ ഷേപ്പ് എങ്ങനെയാ നോർമലി പട്ടത്തിന്റെ ഒരു ഷേപ്പ് ട്രയാങ്കിളിന്റെ ഇങ്ങനെയല്ലേ ചെരിച്ചു വെച്ചേക്കുന്നത് ട്രപ്പീസിയം ചെരിച്ചു വെച്ചേക്കുന്നതല്ല പട്ടം അതായത് ട്രപ്പീസ് അല്ലേ ആ ഞാൻ പറയുന്ന മിസ്സിന് ക്ലിയർ അല്ലായിരിക്കും ആ പറഞ്ഞു ക്ലിയർ ആവുന്നുണ്ട് പറഞ്ഞോ കൈറ്റ് എന്താന്ന് വെച്ചാല് അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയ ക്വാഡ്രിലാറ്ററിനെയാണ് നമ്മള് എന്ത് പറയുന്നത് കൈറ്റ് എന്ന് പറയുന്നത് ഓക്കെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കുന്നത് കൈറ്റ് എന്നാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയല്ല ഇത്രേ അതിൽ പറയാനുള്ളൂ കൈറ്റിന്റെ കേസിൽ അത്രേ പറയാനുള്ളൂ റോംബസും സോറി ട്രപ്പീസിയവും കൈറ്റും നമുക്ക് അത്രേ പഠിക്കാനുള്ളൂ അതിന്റെ ഡയഗണൽസിന്റെ കേസൊന്നും പഠിക്കാനില്ല ബാക്കിയുള്ള ഡയഗണൽസും ആംഗിൾസും ഒക്കെ നോക്കണം ട്രപ്പീസിയവും കൈറ്റും സൈഡ്സിന്റെ മാത്രം നോക്കിയാൽ മതി കൈറ്റിന്റെ അഡ്ജസന്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും ഓപ്പോസിറ്റ് സൈഡ്സ് നോൺ ഈക്വലും ആയിരിക്കും ഓക്കെ ഇത്രയാണ് നമുക്ക് ക്വാഡ്രിലാറ്ററൽ പഠിക്കാനുള്ളത് അപ്പൊ ഈ 6 എണ്ണവും എന്ത് ചെയ്യാം ഞാൻ കാണിച്ചു തന്ന ആ ഒരു ടേബിളിലേക്ക് മാറ്റി എഴുതാം എന്നിട്ട് അതെനിക്കൊന്ന് അയച്ചു തരണേ ഓക്കെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം ഓക്കെ ബൈ